ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് നമ്മൾ ടെൻസസ് പഠിക്കാനായിട്ട് ഒരുങ്ങാണ്. ടെൻസസ് പഠിക്കുന്നതിലൂടെ നമുക്കൊരാളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രാക്ടീസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഞാൻ പോകാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, അവൾ വാങ്ങാറുണ്ട്, ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ പറയുന്നത് ഞാൻ പോകാറുണ്ട് എന്നാണ് ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലേ അതൊരു ആൻസറായി മാറുകയുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ ഈ ആൻസർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം അവസാനം നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, അതായത് സിമ്പിൾ പ്രസൻറ്റിൽ ഫസ്റ്റ് ക്ലാസ് ഒറ്റ ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നമ്മൾ പഠിച്ചത് ഞാൻ പോകാറുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സബ്ജക്റ്റും വെർബിൻ്റെ V1 ഫോമാണ് നമുക്കൊരു സിമ്പിൾ പ്രസൻറ്റിന് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഐ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാറുണ്ട് എന്നാണ്. എന്നാൽ നീ പോകാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടോ, നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്കൊരു ഓക്സിലറി വേണം അല്ലേ. അപ്പോൾ ഈ ഓക്സിലറി നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മുടെ ഓക്സിലറി എന്ന് പറയുന്നത് ഡൂവും ഡെസ്സുമാണ്. ഡു യൂസ് ചെയ്യുന്നത് പ്ലൂറലിൻ്റെ കൂടെയാണ്, ഡെസ് യൂസ് ചെയ്യുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. ഈ ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവിൽ പറയാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുമാണ് പൊതുവായിട്ട് നമ്മൾ ഓക്സിലറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പോകാറുണ്ട് ഐ ഗോ എന്നാണെന്ന് നമുക്കറിയാം, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ടെൻസിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഇനി നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഡു എന്ന് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്, ഡസ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ ഏതാണ് പ്ലൂറൽ ഏതാണ് സിംഗുലർ എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഐ ഗോ, ഞാൻ പോകാറുണ്ട്. നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഐ ഗോ എന്ന് പറയുന്നതിനിടയിൽ ഒരു ഓക്സിലറി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഈ ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡു എന്ന് പറയുന്ന ഓക്സിലറിയെ നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഡു, നീ പോകാറുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാറ് അല്ലേ. നമ്മളൊരാളോട് അങ്ങോട്ടാണ് ചോദിക്കാറ്. അപ്പോൾ അതിന് ആൻസർ ആയിട്ടാണ് ഞാൻ പോകാറുണ്ട് എന്ന് പറയാറ്. അപ്പോൾ നീ പോകാറുണ്ടോ? ഡു യു ഗോ? ഡു യു ഗോ? നീ പോകാറുണ്ടോ അല്ലേ. ഇനി എല്ലാ ദിവസവും നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ പ്രസൻറ്റിലെ കുറച്ച് കീവേഡ്സുകളൊക്കെ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ ദിവസവും നീ പോകാറുണ്ടോ? ഡു യു ഗോ എവറിഡേ? ഡു യു ഗോ എവറിഡേ? നീ എല്ലാ ദിവസവും പോകാറുണ്ടോ? അപ്പോൾ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. നീ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? നീ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? നമുക്ക് എല്ലാവരോടും ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നീയാണ് സബ്ജക്റ്റ്. സോ ഡു യു എഴുന്നേൽക്കുക, വെയ്ക്ക് എന്നാണ് അല്ലേ. വേക്കപ്പ്, എഴുന്നേൽക്കുക. അപ്പം ഡു യു വേക്കപ്പ് ഏർലി എവറിഡേ? നീ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. തൊട്ട് മുമ്പത്തെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിലും ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഡു യു വേക്കപ്പ് ഏർലി എവറിഡേ എന്നാണ്. അവിടെ ഈ ഡു എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഓക്സിലറി. പിന്നെ നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ എന്താണ്? ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്നാണെങ്കിൽ നമുക്കവിടെ എന്താ പറയുക? ഞാൻ എന്നാണല്ലോ. ഐ വേക്കപ്പ്. അവിടെ നമ്മൾ ഡു യൂസ് ചെയ്യുമോ? ഇല്ല. ഐ വേക്കപ്പ് ഏർലി എവറിഡേ. ആ ഡു അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ആൻസർ ഉണ്ടാക്കാനും. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, അവർ എന്നും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ടോ?
അവർ എന്നും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഇവിടെ സബ്ജക്റ്റ് അവർ എന്നാണ്. അവർ എന്ന് പറയുന്നതും ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും? സിമ്പിളാണ്. യു എന്നുള്ള സബ്ജക്റ്റ് മാറ്റിയിട്ട് അവിടെ ദേ എന്ന് കൊടുക്കുക. അപ്പോൾ ഡു ദേ പ്ലേ ക്രിക്കറ്റ് അല്ലേ? ഡു ദേ പ്ലേ, അവർ കളിക്കാറുണ്ടോ ക്രിക്കറ്റ് എവറി ഈവനിങ്? എവറി ഈവനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വൈകുന്നേരവും, എല്ലാ ദിവസവും എന്ന് പറയുകയാണെങ്കിൽ എവറി ഡേ, എല്ലാ ദിവസവും രാവിലെ എന്ന് പറയുകയാണെങ്കിൽ എവറി മോർണിംഗ്, അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനൊരു ആൻസർ ഉണ്ടാവും അല്ലേ? പറയാം, ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഞങ്ങൾ എന്നാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആണല്ലേ? വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. ഇത്ര മതി. വി പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. ഞങ്ങൾ എല്ലാ വൈകുന്നേരവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് നെയിം വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒന്നിൽ കൂടുതൽ നെയിം ഉണ്ടെങ്കിലും അതും പ്ലൂറലാണ്. ഫോർ എക്സാമ്പിൾ, സീതയും രാജുവും എല്ലാ ആഴ്ചകളിലും കാണാറുണ്ടോ എന്നാണ്. സീത രാജു എന്ന് പറയുന്നത് രണ്ട് നെയിമാണ്, പ്ലൂറൽ സബ്ജക്റ്റാണ് അല്ലേ? സീതയും രാജുവും എല്ലാ ആഴ്ചകളിലും കാണാറുണ്ടോ, മീറ്റ് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കുക? സീത രാജു എന്ന് പറയുന്നത് പ്ലൂറലാണെന്ന് പറഞ്ഞു. അപ്പം ഡു സീത ആൻഡ് രാജു കാണാറുണ്ടോ അല്ലേ? കാണാറുണ്ടോ മീറ്റ് ആണ്. കാണാറുണ്ടോ മീറ്റ് എല്ലാ ആഴ്ചകളിലും എന്നാണ് പറയുന്നത്. എവറി വീക്ക്, എല്ലാ ദിവസവും, എവറി ഡേ. ഡു സീത ആൻഡ് രാജു മീറ്റ് എവറി വീക്ക്. ഓക്കെ, ഇനി അത് ആൻസർ ആക്കി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ഡു ഒഴിവാക്കുക. അതിനുശേഷം സീത ആൻഡ് രാജു മീറ്റ് എവറി വീക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാണ്ട്, സിംഗുലർ സബ്ജക്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഡസ് എന്നാണ് അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും നെഗറ്റീവിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുമാണ് നമ്മൾ ഈ ഡസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആൻസർ പറഞ്ഞിരുന്ന സമയത്ത്, അതായത് അവൾ ഉറങ്ങാറുണ്ട്, അവൾ ഉറങ്ങാറുണ്ട്, അവൾ പോകാറുണ്ട് എന്നാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഫസ്റ്റിൽ പഠിച്ചത് അല്ലേ? ഷീ എന്ന സബ്ജക്റ്റ്, അതിനുശേഷം ഒരു വെർബ്, വെർബിൻ്റെ കൂടെ ഒരു എസ്. ഈ എസ് വരുന്നത് ഇതിൽ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡസ് എന്ന് പറയുന്ന ഓക്സിലറിയിൽ നിന്നാണ് അല്ലേ? ഓൾറെഡി ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഈ ടെൻസസ് പറയുന്ന സമയത്ത് ഇതൊന്നും കൂടെ പറയേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഒരു സെൻറ്റൻസ് നോക്കൂ. അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? ഈ എപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതാ യൂസ് ചെയ്യുക? ഓൾവേസ് എന്നാണ് അല്ലേ? അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് നമ്മുടെ ഓക്സിലറി? ഡസ് ആണ്. ഡസ് ഷീ ഓൾവേസ് കം ഹിയർ? ഡസ് ഷീ ഓൾവേസ് കം ഹിയർ? ഇവിടെ നമ്മൾ കംസ് എന്ന് പറയുമോ? ഇല്ല. കാരണം ഫസ്റ്റിൽ നമ്മൾ ഡസ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡസ് ഷീ ഓൾവേസ് കം ഹിയർ? അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആ ഡസ്സിനെ അങ്ങോട്ട് മാറ്റുക. അതിനുശേഷം ഷീ ഓൾവേസ് കംസ് ഹിയർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഷീ ഓൾവേസ് കംസ് ഹിയർ. അവൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിൽ വെർബിൻ്റെ കൂടെ എസ് വരുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. അതായത് നമ്മുടെ ഡസ് ഒളിഞ്ഞിക്കിടപ്പുണ്ട് നമ്മുടെ വെർബിൻ്റെ കൂടെ ആൻസർ പറയുമ്പം. അപ്പോൾ ക്വസ്റ്റ്യനാക്കുമ്പോൾ നമുക്ക് ആ ഓക്സിലറിയെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിലറിയെ മാറ്റിയിട്ട് നമ്മൾ വെർബിലെ എസ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡസ് ഷീ ഓൾവേസ് കം ഹിയർ എന്നുള്ളത് നമ്മുടെ ആൻസർ ആക്കി മാറ്റുമ്പോൾ ഷീ ഓൾവേസ് കംസ് ഹിയർ എന്നാവും. ക്ലിയർ ആയോ? അവൻ ദിവസവും പത്രം വായിക്കാറുണ്ടോ? സിമ്പിളാണ്. അവൻ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? അവനാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിംഗുലറാണ്. അപ്പം ഡസ് ഹി റീഡ് ദ ന്യൂസ് പേപ്പർ? എല്ലാ ദിവസവും എന്നാണല്ലോ, എവറി ഡേ അല്ലേ? ഡസ് ഹി
റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ആൻസറായി പറയുമ്പോൾ എന്ത് പറയും? അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡസ് അങ്ങ് ഒഴിവാക്കുക. ഹി റീഡ് എന്നാണോ? അല്ല, ഹി റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഒരു നെയിം വെച്ച് നോക്കാം. അനു എന്നും ബാഗ് എടുക്കാറുണ്ടോ? ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളോടാണെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, അനു എന്നും ബാഗ് എടുക്കാറുണ്ടോ അല്ലെങ്കിൽ ബാഗ് കൊണ്ടുപോകാറുണ്ടോ? ഇങ്ങനെ ചോദിക്കാറുണ്ട്. അനു എന്ന് പറഞ്ഞതും സിംഗുലർ സബ്ജക്റ്റാണ്. എന്ത് പറയും? ഡസ് അനു കൊണ്ടുപോവുക അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതിന് നമുക്ക് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നാണ്. കൊണ്ടുപോവുക എന്നാണെങ്കിൽ ക്യാരി എന്നാണ്. ബാഗ് ചുമക്കുക. അപ്പം ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഡസ് അനു ഓൾവേസ് എന്നും എന്ന് പറയാൻ ഓൾവേസ്. അപ്പം ഡസ് അനു ഓൾവേസ് ടേക്ക് ഓർ ക്യാരി. കൊണ്ടുപോവുകയാണെങ്കിൽ ക്യാരി, എടുക്കുകയാണെങ്കിൽ ടേക്ക്. അപ്പം ഡസ് അനു ഓൾവേസ് ടേക്ക് അല്ലെങ്കിൽ ക്യാരി എന്താണ്? ദ ബാഗ് അല്ലേ? അപ്പോൾ ഡസ് അനു ഓൾവേസ് ടേക്ക് ദ ബാഗ് അല്ലെങ്കിൽ ക്യാരി ദ ബാഗ്. അനു എന്നും ബാഗ് കൊണ്ടുപോകാറുണ്ടോ അല്ലെങ്കിൽ എടുക്കാറുണ്ടോ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിന് ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. സിമ്പിളാണ്. ഇനി ഇപ്പം നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഡസ് ഡു എങ്ങനെ ഉപയോഗിക്കാം, അത് ഈ ഡസ് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പഠിച്ചല്ലോ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആൻസറാണ്. അതായത് ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്യാറുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യാറില്ല എന്നും പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയും? ഇതും സിമ്പിളാണ്. നമ്മളെ ആൻസറിൻ്റെ കൂടെ അപ്പോഴും നമുക്ക് എന്ത് വേണം? ഓക്സിലറി വേണം. ഈ ഓക്സിലറിയുടെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സെൻറ്റൻസ് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് പറയാം, നീ പോകാറില്ലേ? ഇപ്പം നീ പോകാറുണ്ടോ അല്ലെങ്കിൽ ഞാൻ പോകാറുണ്ട്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നീ പോകാറില്ലേ എന്ന് ചോദിക്കുമ്പം ഇവിടെ ക്വസ്റ്റ്യനാണ്. നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഗോ എന്നാണെങ്കിൽ, നീ പോകാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡു നോട്ട് യു ഗോ. അതിന് ഷോർട്ടാക്കുമ്പോൾ ഡോണ്ട് യു ഗോ. നീ പോകാറില്ലേ? ഞാൻ പോകാറില്ല. അപ്പം അതെങ്ങനെ പറയാം? നമുക്ക് ആൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും? ഞാൻ പോകാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഗോ എന്ന് പറയാം അല്ലേ? ഐ ഗോ എന്ന് പറയാം. ഞാൻ പോകാറുണ്ട്. എന്നാൽ ഞാൻ പോകാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഗോ എന്നാണ് വേണ്ടത്. അവിടെ നമ്മുടെ ഓക്സിലറിയുടെ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ ഈ ഓക്സിലറി ഐ ഗോ എന്ന് പറയുമ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അതിനെ നമ്മൾ മാറ്റി നിർത്തിക്കുക. അവിടെ ആവശ്യമില്ല, അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യനിലും നെഗറ്റീവ് സെൻറ്റൻസിലും നമുക്കത് ആവശ്യമുണ്ട്. അപ്പം ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. ഓക്കെ, ഇനി ഒരു സെൻറ്റൻസ് നോക്കൂ. നീ എന്നും ബസ്സിൽ പോകാറില്ലേ എന്നെങ്ങനെ ചോദിക്കുക? നീ എന്നും ബസ്സിൽ പോകാറില്ലേ? ഡോണ്ട് യു ഓൾവേസ് ഗോ ബൈ ബസ്. നീ എന്നും ബസ്സിൽ പോകാറില്ലേ? അതിനൊരു ആൻസർ ആയിട്ട് പറയാണ്, ഞാൻ ചിലപ്പോൾ ബസ്സിൽ പോകാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നൊരു പതിവാണ്, പക്ഷേ ഞാൻ ചിലപ്പോൾ ബസ്സിൽ പോകാറില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വാഹനത്തിലാണ് പോകാറ്, അതാണ് അവരുടെ ഒരു പതിവ്. അപ്പം ഞാൻ ചിലപ്പോൾ ബസ്സിൽ പോകാറില്ല എന്നെങ്ങനെയാ പറയാം? ചിലപ്പോൾ ബസ്സിൽ പോകാറില്ല. ഇത് പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് സംടൈംസ് എന്നാണ് അല്ലേ? I sometimes don't go by bus. അവർ പതിവായി ജിമ്മിന് പോകാറില്ലേ? ഇവിടെ ഏതാണ്? അവർ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റാണ്. അവർ പതിവായി ജിമ്മിന് പോകാറില്ലേ? എന്ത് പറയും? ഡോണ്ട് ദേ ഗോ ടു ദ ജിം. പതിവായി റെഗുലർലി. അപ്പം ഡോണ്ട് ദേ ഗോ ടു ദ ജിം റെഗുലർലി. അവർ പതിവായി ജിമ്മിന് പോകാറില്ലേ? ഇനി അതിന് ആൻസറായിട്ട് ഞങ്ങൾ പതിവായി ജിമ്മിന് പോകാറില്ല അല്ലെങ്കിൽ അവർ പതിവായി ജിമ്മിന് പോകാറില്ല ഇങ്ങനെ പറയാം. അതെങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ. ഞങ്ങൾ എന്നാണെങ്കിൽ വി എന്ന് വരും, അവർ എന്നാണെങ്കിൽ ദേ എന്ന് വരും. ബാക്കി ഫുള്ള് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. അവൾ മധുരം കഴിക്കാറില്ലേ? അങ്ങനെ ഒരു പതിവ് അവൾക്കില്ലേ എന്നെങ്ങനെ ചോദിക്കുക? സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. അവൾ എന്നാണ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക?
ഡസ് എന്നാണ് അല്ലേ. ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡസ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ അവൾ കഴിക്കാറില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡസിൻ്റെ കൂടെ ഒരു നോട്ട് വേണം. അപ്പം ഡസ് നോട്ട്, അതിന് ഷോർട്ടാക്കുമ്പോൾ ഡസിൻറ്റ് ഷീ ഈറ്റ് സ്വീറ്റ്സ്, അവൾ മധുരം കഴിക്കാറില്ലേ. ഇനി അതിൻ്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാം, അവൾ വല്ലപ്പോഴും മധുരം കഴിക്കാറുണ്ട്. ഇതൊരു ആൻസറാണ്. അവൾ വല്ലപ്പോഴും മധുരം കഴിക്കാറുണ്ട്. ഈ വല്ലപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഒക്കേഷണലി എന്നാണ്. അതൊരു കീവേഡ്സ് ആണ് കേട്ടോ. ഒക്കേഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും എന്നാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയും? അവൾ വല്ലപ്പോഴും മധുരം കഴിക്കാറുണ്ട്. അവളാണ് കഴിക്കാറുള്ളത്. ഷീ ഈറ്റ്സ്, ഇവിടുത്തെ വെർബ് ഈറ്റ് എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ എസ് ആഡ് ചെയ്യണം അല്ലേ. ഇത് ആൻസർ ആയതുകൊണ്ട് ഷീ ഈറ്റ്സ് സ്വീറ്റ്സ് ഒക്കേഷണലി, അവൾ വല്ലപ്പോഴും മധുരം കഴിക്കാറുണ്ട്. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അവൻ എന്നും രാത്രി നേരത്തെ വരാറില്ലേ? അവൻ എന്നും രാത്രി നേരത്തെ വരാറില്ലേ? ഇതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസും കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആൻസറും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അവൻ എന്നും രാത്രി നേരത്തെ വരാറില്ലേ? അവനാണ് സബ്ജക്റ്റ്. അപ്പം അവൻ വരാറുണ്ട്, അവൻ വരാറില്ല, അവൻ വരാറില്ല. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അവൻ എന്നും രാത്രി നേരത്തെ വരാറില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ അതിൻ്റെ സെൻറ്റൻസ് കമൻറ്റിൽ അറിയിക്കുക. അതോടൊപ്പം അതിൻ്റെ ആൻസറും അറിയിക്കാം. അതിൻ്റെ ആൻസർ നെഗറ്റീവിലും പോസിറ്റീവിലും ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു? പ്രസൻറ്റ് സിമ്പിൾ കഴിഞ്ഞു. പ്രസൻറ്റ് സിമ്പിളിൽ ആൻസർ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ് പഠിച്ചു, നെഗറ്റീവ് ആൻസർ പഠിച്ചു, നെഗറ്റീവ് ക്വസ്റ്റ്യൻ പഠിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പറ്റാവുന്നിടത്തോളം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.